السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. ബഹുമാന്യ അധ്യക്ഷൻ, മറ്റു നേതാക്കളെ, സഹോദര സഹോദരിമാരെ, സഹപ്രവർത്തകരെ, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിലൊക്കെയും ശ്രദ്ധയോടെയും ആത്മാർത്ഥമായും കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഹദീസ് സെമിനാറിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സാമൂഹ്യ പാഠങ്ങൾ എന്ന വിഷയത്തിൽ ഊന്നിയാണ് കുറഞ്ഞ സമയം എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ഒരു മുസ്ലിം അവൻ മനസ്സിലാക്കിയിട്ടുള്ള പ്രമാണബദ്ധമായ ആദർശമനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ആ വിഷയകമായ ഇസ്ലാമിന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും എന്നതാണ് കഴിഞ്ഞ ഉദ്ഘാടന സംസാരത്തിലൂടെ കുറഞ്ഞ സമയമാണെങ്കിലും നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഉത്തമമായ മാതൃകകളെക്കുറിച്ച് ഉണർത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കതീറ.
അല്ലാഹുവിന്റെ ദൂതനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുന്ന, പരലോക വിജയം ആഗ്രഹിക്കുന്ന, അല്ലാഹുവിനെ ധാരാളമായി ഓർത്തും സ്മരിച്ചും ജീവിക്കുന്ന നിങ്ങൾക്ക് ആ റസൂലുള്ളയിൽ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ ആ മാതൃകകൾ മുസ്ലിമീങ്ങൾ ലോകത്ത് എവിടെയൊക്കെ ജീവിക്കുന്നുവോ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് കീഴിലാണെങ്കിലും ഇസ്ലാമിക രാജ്യമോ ഇസ്ലാമികമായ ഭരണമോ ഒന്നുമില്ലാത്ത നാടുകളിലാണെങ്കിലും ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളല്ലാത്ത മനുഷ്യർക്കിടയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന മുസ്ലിങ്ങളാണെങ്കിലും അന്ത്യനാൾ വരെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും വിശിഷ്യ മുസ്ലിമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട് എന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ മാതൃകയാക്കുമ്പോൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ അത് പ്രമാണബദ്ധമായി മനസ്സിലാക്കുകയും ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലും ജീവിക്കുന്നവരാണെങ്കിലും ആ മാതൃകകളെ ഉൾക്കൊള്ളാനാണ് ഒരു മുസ്ലിം ശ്രമിക്കേണ്ടത്. നമുക്കറിയാം, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യതിരക്തമാക്കുന്നത് അവൻ സാമൂഹ്യ ജീവിയാണ് എന്നത് തന്നെയാണ്. സമൂഹവുമായി സദാ ഇടപഴകിക്കൊണ്ടാണ് ഏതൊരു മനുഷ്യനും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു മുസ്ലിമാകുമ്പോൾ ആ സമൂഹത്തിനോടുള്ള ഇടപെടലുകൾ, അവന്റെ സമൂഹവുമായുള്ള ബന്ധങ്ങൾ മറ്റ് മനുഷ്യർക്ക് കൂടി ഇസ്ലാമിനെ കുറിച്ച് അറിയാനും ഇസ്ലാമിന്റെ മഹിതമായ ഗുണങ്ങൾ മറ്റുള്ളവർക്ക് പകർത്താനും പഠിക്കാനും സാധിക്കുന്നതാണ് എന്നതാണ് ഇസ്ലാം സാമൂഹ്യ ബന്ധങ്ങളുമായി പഠിപ്പിച്ചിട്ടുള്ള ഏത് കാര്യവും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. സമൂഹത്തിൽ നിന്ന് തീർത്തും അകന്നു ജീവിച്ച് കേവലം ഇബാദത്തുകളിൽ മാത്രം കഴിഞ്ഞുകൂടുക എന്നത് ഇസ്ലാമിൽ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുത്തെ ശത്രുക്കൾ പോലും എതിരാളികൾ പോലും അവർ പ്രചരിപ്പിച്ചിരുന്നതും വിശ്വസിച്ചിരുന്നതുമായ കാര്യം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട്. ഈ പ്രവാചകൻ എന്താണ് സമൂഹത്തിൽ, പ്രത്യേകിച്ച് മാർക്കറ്റുകളിലും അങ്ങാടികളിലും മാലി ഹാദർ റസൂൽ, ഈ റസൂലിന് എന്താണ് യഅ്കുലു തുആം വയംശി ഫിൽ അസ്വാഖ്, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടികളിലൂടെ നടന്നു പോകുന്നു എന്നത് പ്രവാചക വിരോധികൾ പോലും ആ കാലഘട്ടത്തിൽ പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച സമൂഹവുമായി അത്രത്തോളം ബന്ധപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത് എന്നത് തന്നെയാണ്. ആ റസൂലുള്ളയിൽ നിന്ന് മാതൃക സ്വീകരിച്ച് ഇസ്ലാമിൽ ഏത് കാലഘട്ടത്തിലെ മനുഷ്യർക്കും ഉത്തമ മാതൃകകൾ സൃഷ്ടിച്ച് ലോകത്ത് കുന്തും ഖൈറ ഉമ്മ എന്ന സ്ഥാനപ്പേരിനും വിശേഷണങ്ങൾക്കും അർഹരായ സ്വഹാബത്ത്, ആ സ്വഹാബികളെ കുറിച്ച് പോലും
ആ കാലഘട്ടങ്ങളിൽ ശത്രുക്കൾക്കുണ്ടായിരുന്ന നിലപാടുകൾ ഇതായിരുന്നു. അത്രത്തോളം സമൂഹവുമായി ഇടപഴകിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിച്ചവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട് വിട്ടു പോകേണ്ട സന്ദർഭമുണ്ടായപ്പോൾ ഇബ്നു ദുഗ്ന എന്ന ജൂതൻ തന്റെ കൈപിടിച്ച് ഇദാ മിത്ലക് യാ അബൂബക്കർ ലാ യഖ്റുജ്, അബൂബക്കറെ, അങ്ങയെപ്പോലുള്ള ആളുകൾ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല എന്നുപദേശിക്കുകയും അത് കാരണമായി എടുത്തു പറഞ്ഞ കാര്യങ്ങൾ ചരിത്രഗ്രന്ഥങ്ങളിൽ കാണും. ഇന്നക ലതസിലുർ റഹിം വതുക്രിൽ ലൈഫ് വതുഈനു അൽ മഅദൂം എന്നിങ്ങനെ താങ്കൾ കുടുംബബന്ധം പുലർത്തുന്നവനാണ്, താങ്കൾ പാവങ്ങളെ സഹായിക്കുന്നവനാണ്, താങ്കൾ അതിഥികളെ ബഹുമാനിക്കുന്നവനാണ്, താങ്കൾ സമൂഹത്തിൽ എവിടെയാണ് പ്രശ്നങ്ങളുള്ളത് ആ പ്രശ്നങ്ങളിൽ ഇടപഴകുകയും ആ പ്രശ്നങ്ങളെ തീർത്തു കൊടുക്കുന്ന ഉത്തമനായ മനുഷ്യനാണ്. അതുകൊണ്ട് താങ്കൾ ഈ നാട് വിട്ടു പോകാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി വഹയ്യ് അനുഭവിച്ച സന്ദർഭത്തിലുണ്ടായിരുന്ന പ്രയാസവും അത് കാരണം ഭയപ്പെട്ട് പേടിച്ച് വീട്ടിലേക്ക് വിറച്ചോടിച്ചെന്ന സന്ദർഭത്തിൽ ഭാര്യ ഖദീജ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിച്ച കാര്യം, വല്ലാഹി ലാ യുഖ്സികല്ലാഹ്, അല്ലാഹു താങ്കളെ ഒരിക്കലും അപമാനിക്കുകയില്ല എന്ന് പറയുകയും അതിന് കാരണമായി എടുത്തു പറഞ്ഞത് താങ്കൾ പാവങ്ങളെ സഹായിക്കുന്ന, അതിഥികളെ ബഹുമാനിക്കുന്ന, കുടുംബബന്ധം പുലർത്തുന്ന, പ്രത്യേകിച്ച് സമൂഹത്തിൽ ആവശ്യങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന താങ്കളെ അല്ലാഹു എങ്ങനെയാണ് അപമാനിക്കുക? അല്ലാഹുവിന്റെ സഹായം താങ്കൾക്കുണ്ടാകും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച കാര്യം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ഓരോ മുസ്ലിമിനും മാതൃകയായി സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ എന്റെ ഈ സംസാരത്തിലൂടെ ഈ സദസ്സിലുള്ള പറയുന്ന എനിക്കും സദസ്സിലുള്ള ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മുജാഹിദിനും മുസ്ലിമിനും ഇതിന്റെ സംഘാടകർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹവുമായി ഇടപെട്ട് ജീവിച്ചപ്പോൾ ആ പ്രവാചകൻ ഉപദേശിച്ച അയൽപക്ക ബന്ധം, കുടുംബ ബന്ധം, അതുപോലെ സുഹൃത്ത് ബന്ധം, അതുപോലെ സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന രോഗികൾ, അതുപോലെ അഗതികൾ, അതുപോലെ അനാഥകൾ തുടങ്ങിയ അത്തരത്തിലുള്ള ആളുകളോടുള്ള ബന്ധങ്ങളിൽ ഒരു മുസ്ലിം എങ്ങനെയാവണം, ഒരു മുസ്ലിം ആ ബന്ധങ്ങൾ എത്ര ഗൗരവത്തോടുകൂടി കാത്തു സൂക്ഷിക്കണം എന്ന വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 36-ാമത്തെ വചനം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വചനത്തിലൂടെ 10 കാര്യങ്ങളാണ് നമ്മെ ഉണർത്തിയിട്ടുള്ളത്. ഒന്നാമത്തത് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. ഏതൊരു മുസ്ലിമും തന്റെ ആദർശ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാതെ ആർക്കും വിട്ടുകൊടുക്കാതെ കണിശമായി കാത്തു സൂക്ഷിക്കേണ്ട ആദർശം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിന് മാത്രമാണ് ഇബാദത്ത്. ആ ഇബാദത്തിൽ ഒരാളെയും ഒരു നിലക്കും പങ്കു ചേർക്കാൻ പാടില്ല എന്ന കലിമത്തു തൗഹീദിന്റെ ആദർശം, ആ കലിമത്തു തൗഹീദിന്റെ ആദർശം ഉൾക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുമ്പോൾ തന്നെ ശേഷം 9 കാര്യങ്ങളാണ് അല്ലാഹു വിശദീകരിച്ചിട്ടുള്ളത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വബിദിൽ ഖുർബ, അടുത്ത കുടുംബ ബന്ധമുള്ളവർക്ക് നന്മ ചെയ്യണം. വൽ യതാമ, അനാഥകളോട് നന്മ കാണിക്കണം. വൽ മസാകീൻ, അഗതികൾക്ക് നന്മ ചെയ്യണം. വൽ ജാരി ദിൽ ഖുർബ, കുടുംബ ബന്ധമുള്ള അയൽവാസിക്കും. വൽ ജാരിൽ ജുനുബി, കുടുംബ ബന്ധമില്ലാത്ത അയൽവാസിക്കും.
വസ്വാഹിബി ബിൽ ജംബ്, അടുത്ത സുഹൃത്ത്, വബിനു സബീൽ, വഴിയാത്രക്കാരൻ, വമാ മലക്കത് അയ്മാനുക്കും, വലങ്കൈകൾ ഉടമപ്പെടുത്തിയ അടിമകൾ പോലുള്ള, അതുപോലെ മറ്റു വളർത്തിക്കൊണ്ടിരിക്കുന്ന ജീവജാലങ്ങൾ എല്ലാം വമാ മലക്കത് അയ്മാനുക്കും എന്നതിൽ പെടുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അവനിൽ ഒരു നിലക്കും പങ്കു ചേർക്കരുത് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ റബ്ബിന്റെ ആ ഏകത്വവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ആദർശവും അത് മനസ്സിലാക്കി അത് പകർത്തി ജീവിക്കുന്നവൻ ശ്രദ്ധിക്കേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ, അല്ലാഹു അവനെ ആരാധിക്കാൻ നമുക്ക് എത്ര ഗൗരവത്തോടെ ആ ആദർശത്തെ നാം കാണുന്നുവോ അതിലൊരു വിട്ടുവീഴ്ച, അതിലേതെങ്കിലും നീക്കുപോക്കുകൾ നാം കാണിക്കുന്നില്ലെങ്കിൽ അതേപോലെയുള്ള ഗൗരവം പ്രാധാന്യം കാണിക്കേണ്ട വിഷയങ്ങളായിട്ടാണ് താഴെ പറഞ്ഞ കാര്യങ്ങൾ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ മുതൽ കുടുംബ ബന്ധമുള്ളവർ, അയൽവാസികൾ, അനാഥകൾ, അതുപോലെ അഗതികൾ, കുടുംബ ബന്ധമുള്ള അയൽവാസി, കുടുംബ ബന്ധമില്ലാത്ത അയൽവാസി, അതുപോലെ അടുത്ത സുഹൃത്തുക്കൾ, വഴിയാത്രക്കാർ, വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ, ഇവരോടൊക്കെ കാണിക്കേണ്ട നന്മകൾ ഈ ആയത്തിനെ വിശദീകരിച്ച് മഹാനായ അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എഴുതി വെച്ച ഭാഗം നാം ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം ആ തഫ്സീറിൽ പറഞ്ഞത്, ഫമൻ ഖാമ ബിഹാദിൽ മഅമൂറാത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ 10 കാര്യങ്ങൾ, ഈ 10 കൽപ്പനകൾ ആരാണ് ജീവിതത്തിൽ ശ്രദ്ധയോടെ നിലനിർത്തുന്നത്, ഫഹുവൽ ഖാലിഉ ലിറബ്ബിഹി, അവനാണ് റബ്ബിന് വിനയപ്പെട്ട് ജീവിക്കുന്നവൻ, അൽ മുതവാളിഉ ലിഇബാദില്ലാ, അല്ലാഹുവിന്റെ അടിമകളോട്, ദാസന്മാരോട് വിനയത്തോടെ ജീവിക്കുന്നവർ, അൽ മുൻഖാദു ലിഅംരില്ലാഹി വശറഇഹി, അല്ലാഹുവിന്റെ കൽപ്പനക്കും അവന്റെ ശരീഅത്തിനും വിധേയമായി അതിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവർ, ഇവർ മാത്രമാണ് അല്ലാഹുവിന്റെ അവന് മാത്രമുള്ള ഇബാദത്തും അതിൽ ശിർക്കില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം ശേഷം പറഞ്ഞ മാതാപിതാക്കൾ മുതൽ അടുത്ത ബന്ധുക്കൾ, അയൽപക്കത്തുള്ളവർ, അനാഥകൾ, യതീമകൾ, അതുപോലെ അഗതികൾ തുടങ്ങിയ ആളുകൾക്കൊക്കെ ഇഹ്സാൻ ചെയ്ത് ജീവിക്കുന്നവരാണ് റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിധേയരായി ജീവിക്കുന്നവർ. വമല്ലം യകും ബിദാലിക, ഇത് ജീവിതത്തിൽ പാലിക്കാതെ ഈ കൽപ്പനകൾ ശ്രദ്ധിക്കാതെ ആരാണ് ജീവിക്കുന്നത്, ഫഇന്നഹു അബ്ദുൻ മുഅ്ദിലുൻ അൻ റബ്ബിഹി, അവൻ അല്ലാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് അകന്നുപോയവനാണ്. വൈറമുൻ ഖാദില്ലി അവാമിരിഹി, അല്ലാഹുവിന്റെ കൽപ്പനകളോട് വിധേയപ്പെട്ട് ജീവിക്കാത്തവനാണ്. വലാ മുതവാളിഉൻ ലിൽ ഖൽഖി, സൃഷ്ടികളോട് വിനയപ്പെട്ട് കഴിയാത്തവരാണ്. ബൽ ഹുവ മുതകബ്ബിറുൻ അലാ ഇബാദില്ലാ, മറിച്ചവൻ അല്ലാഹുവിന്റെ അടിമകളോട് അഹങ്കാരിയായി ജീവിക്കുന്നവനാണ് എന്ന് നാസിർ സഅദി റഹിമഹുല്ലാ വിശദീകരിച്ചതായി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് തൗഹീദിന്റെ പൂർണ്ണത. എപ്പോഴാണ് ഒരാളിൽ തൗഹീദ് പൂർണ്ണമാകുന്നത്? കേവലം അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിലോ ഇബാദത്തുകളിലോ ഒന്നിനെയും ആരെയും പങ്കു ചേർക്കാത്ത വിധം ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശം അത് നിലനിർത്തുന്നതോടുകൂടി മാത്രം തൗഹീദ് പൂർണ്ണമാകുന്നില്ല. മറിച്ച് തൗഹീദ് പൂർണ്ണമാകാൻ സമസൃഷ്ടികളോടുള്ള സ്നേഹബന്ധം നിലനിർത്തണം. ഏതൊക്കെ ബന്ധങ്ങൾ അറ്റുപോകാതെ കാത്തു സൂക്ഷിക്കണമോ ആ ബന്ധങ്ങളൊക്കെ നിലനിർത്തേണ്ട പോലെ, അല്ല പഠിപ്പിച്ച പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ നിലനിർത്തുമ്പോഴാണ് ഒരാളുടെ തൗഹീദ് പൂർണ്ണമാകുന്നത് എന്നാണ്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് കുടുംബ ബന്ധങ്ങളുണ്ട്, നമുക്ക് അയൽപക്ക ബന്ധങ്ങളുണ്ട്, നമുക്ക് അനാഥകളോട് ബന്ധമുണ്ട്, നമുക്ക് അഗതികളോട് ബന്ധമുണ്ട്, നമുക്ക് സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകളെ അറിയാം, അവരോടൊക്കെ ബന്ധങ്ങൾ പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ജീവിക്കുന്ന പ്രദേശത്ത്
ആ മുസ്ലിമിന്റെ വീടുമായി ബന്ധപ്പെട്ടോ അവൻ അറിയുന്ന ആളുകൾ എന്ന നിലക്ക് ഈ ബന്ധങ്ങൾ എവിടെയുണ്ടോ ആ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ തൗഹീദ് പൂർണ്ണമാകുന്നത് എന്നാണ് ആയത്തിനെ വിശദീകരിച്ച് നാസിറു സഅദി റഹിമഹുല്ല വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ നാം മറ്റുള്ളവരോട് കാണിക്കേണ്ട ഹുക്കൂക്കുകൾ, നമ്മിൽ നിന്ന് മറ്റുള്ളവരോട് ഏതൊക്കെ നിലക്ക് അവകാശങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, അതിന് പഠനം നടത്തുകയും ആ ബാധ്യതകളിൽ വീഴ്ചയില്ലാത്തവരായി ആ ബാധ്യതകളെ എല്ലാ നിലക്കും അർഹിക്കുന്ന വിധം ചെയ്തു കൊടുക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമൂഹ്യ പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായി ഹദീസുകളിൽ എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നലിൽ മുസ്ലിമി അലാ അഖീഹി സിത്തു ഖിസാലിൻ വാജിബ. ഒരു മുസ്ലിമിന് തന്റെ സഹോദരനോട് 6 കാര്യങ്ങൾ നിർബന്ധമായി പുലർത്താനുണ്ട്. ഇൻ തറക മിൻഹാ ശൈഅൻ ഫഖദ് തറക ഹഖ്ഖൻ വാജിബൻ ലി അഖീഹി. അതിൽ ഒന്ന് അവൻ ഉപേക്ഷ വരുത്തിയാൽ തന്റെ സഹോദരനോടുള്ള നിർബന്ധമായ ബാധ്യതയെ അവൻ ഉപേക്ഷിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസല്ലിമു അലൈഹി ഇദാ ലഖിയഹു. അതിലൊന്ന് കണ്ടുമുട്ടുമ്പോൾ സലാം ചൊല്ലലാണ്. വയുജീബുഹു ഇദാ ദഅാഹു. രണ്ടാമത്തത് അവൻ നല്ല ഏത് കാര്യത്തിനും ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കലാണ്. വയുശമ്മിതുഹു ഇദാ അതസ്. മൂന്നാമത്തത് അവൻ തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അവനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കലാണ്. വയഊദുഹു ഇദാ മരിൽ. നാലാമത്തത് അവൻ രോഗിയായാൽ സന്ദർശിക്കലാണ്. വയഹ്ലുറുഹു ഇദാ മാത. അഞ്ചാമത്തത് അവൻ മരണപ്പെട്ടാൽ അവിടെ ഹാജരാകലാണ്. വയൻസഹു ഇദാ സ്തൻസഹു. ആറാമത്തത് അവന് വല്ല ഉപദേശവും തേടി വന്നാൽ ആ ഉപദേശം നൽകുക എന്നതാണ്. ഇതൊരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമായ സഹോദരനോട് നിർബന്ധമായി കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യതകളാണ്. അത് ഒന്ന് വിട്ടുകളഞ്ഞാൽ മുസ്ലിമിനോട് പുലർത്തേണ്ട വാജിബായ നിർബന്ധമായ ബാധ്യത അവൻ വിട്ടുകളഞ്ഞു എന്നാണ്. മറ്റൊരു ഹദീസിലുള്ളത് ഇങ്ങനെയാണ്, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്ബഇൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് 7 കാര്യങ്ങൾ കൽപ്പിച്ചു. ബിഇയാദത്തിൽ മരീൽ, രോഗസന്ദർശനം, വത്തിബാഇൽ ജനായിസ്, ജനാസയെ അനുഗമിക്കൽ, വതശ്മീത്തിൽ ആതിസ്, തുമ്മിയവന് വേണ്ടി പ്രാർത്ഥിക്കൽ, വനസ്റിൽ ലഈഫ്, ദുർബലനെ സഹായിക്കൽ, വഔനിൽ മദ്ലൂം, അക്രമത്തിന് വിധേയനായവനെ സഹായിക്കൽ, വഇഫ്ശാഇസ് സലാം, സലാം പ്രചരിപ്പിക്കൽ, വഇബ്റാറിൽ മുഖ്സിം, ഒരാൾ വന്ന് അല്ലാഹുവിൽ ശപഥം ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം, ഞാൻ കുടുങ്ങിയിട്ടുണ്ട് എന്നാവശ്യപ്പെട്ടാൽ അവൻ പറഞ്ഞ കാര്യം ദീനിനെതിരല്ലെങ്കിൽ അവനെ സഹായിക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കൽപ്പിച്ചു എന്നാണ് സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കൽപ്പനകളൊക്കെ ഒരു മുസ്ലിമിന് തന്റെ സാമൂഹ്യ ബന്ധത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ഒരിക്കലും നഷ്ടപ്പെടാത്ത വിധം, വിഘ്നം വരാത്ത വിധം കാത്തു സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് പലപ്പോഴും ഇത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ല എന്നതാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇന്ന് മനുഷ്യർക്ക് ആർക്കും ഒന്നിനും സമയമില്ല. അവനവന്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് അവനവന്റെ ഐഹികമായ അവനവന്റെ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് അവനവന്റെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് തൊട്ടടുത്തുള്ളവൻ വിശക്കുന്നവനാണോ, തൊട്ടടുത്തുള്ളവൻ രോഗിയാണോ, തൊട്ടടുത്തുള്ളവന് വല്ല സഹായവും എന്നിൽ നിന്ന് വേണ്ടതുണ്ടോ എന്നൊന്നും ചിന്തിക്കാനോ ആലോചിക്കാനോ മനുഷ്യന് കഴിയാത്ത വിധം മനുഷ്യൻ ഒറ്റപ്പെട്ട് അവനവിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ആധുനിക ലോകത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് ഇസ്ലാമിന്റെ പ്രസക്തിയും ഇസ്ലാമിലെ ഇതുപോലുള്ള ബന്ധങ്ങളുടെ പ്രസക്തി നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. മറ്റൊരു ഹദീസിൽ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഔസ്വാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബ്ഇൻ. അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 കാര്യങ്ങൾ എനിക്ക് വസിയ്യത്ത് നൽകി, എന്നോട് ഉപദേശിച്ചു. അതിലൊന്ന് ബിഹുബ്ബിൽ മസാകീൻ വഅൻ അദ്നുവ മിൻഹും. അഗതികളോടുള്ള സ്നേഹം അത് എന്നും നിലനിർത്തണം.
പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അഗതികളോടുള്ള സ്നേഹം, വഅൻ അദ്നുവ മിൻഹും, അവരോട് ഏറ്റവും അടുത്ത് പെരുമാറണം. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയിൽ തന്നെ കാണും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി വഹുബ്ബൽ മസാകീൻ. റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഫിഅലൽ ഖൈറാത്ത്, എല്ലാ സകല നന്മകളും ചെയ്യാനുള്ള തൗഫീഖ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വതർക്കൽ മുൻകറാത്ത്, നീ വെറുത്ത, നീ വിരോധിച്ച കാര്യങ്ങൾ വെടിയാനുള്ള തൗഫീഖ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഹുബ്ബൽ മസാകീൻ, അഗതികളോടുള്ള സ്നേഹം, സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന അഗതികളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയണം, അതിനുള്ള തൗഫീഖ് എനിക്ക് കൊണ്ടോ എന്നാണ്. നോക്കൂ നിങ്ങൾ, അതാണ് അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നത്. 7 കാര്യങ്ങൾ എന്നോട് റസൂലുള്ളാഹി കൽപ്പിച്ചപ്പോൾ അതിലൊന്ന് ബിഹുബ്ബിൽ മസാകീൻ വഅൻ അദ്നുവ മിൻഹും. രണ്ടാമത്തത് വഅൻ അൻളുറ ഇലാ മൻ ഹുവ അസ്ഫലു മിന്നി വല അൻളുറ ഇലാ മൻ ഹുവ ഫൗഖി. ഞാൻ എപ്പോഴും എന്റെ താഴേക്കിടയിലുള്ളവരിലേക്ക് ശ്രദ്ധിക്കണം. എന്റെ മേൽത്തട്ടിൽ എന്നെക്കാളും ജീവിത നിലവാരം കൂടിയവരിലേക്കല്ല ഞാൻ നോക്കേണ്ടത് എന്നെക്കാളും താഴേക്കിടയിലുള്ള ആളുകളെ കുറിച്ചാണ്. അതെന്നോട് കൽപ്പിച്ചു. മൂന്നാമത്തത് വഅൻ അസ്വില റഹിമി വഇൻ ജഫാനി, എന്റെ കുടുംബ ബന്ധം ഞാൻ മുറിഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കണം. വഇൻ ജഫാനി, എന്നോട് ഇങ്ങോട്ട് ബന്ധപ്പെടേണ്ടവർ, എനിക്ക് ബന്ധമുള്ള ആളുകൾ എന്നോട് പിണങ്ങിയാലും, അവരെന്നോട് പിണങ്ങിയാലും ഞാൻ അവരോട് പിണങ്ങാൻ പാടില്ല. ആ ബന്ധങ്ങൾ അറ്റുപോകാതെ കാത്തു സൂക്ഷിക്കണം. വഅൻ ഉക്തിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ആ ദിക്ർ അധികരിപ്പിക്കാൻ എന്നോട് കൽപ്പിച്ചു. വഅൻ അതകല്ലമ ബിമുദ്ദിൽ ഹഖ്, സത്യം അത് കൈപ്പുറ്റതാണെങ്കിലും അത് സത്യം മാത്രമേ പറയൂ എന്ന് എന്നോട് റസൂലുള്ളാഹി ഉപദേശിച്ചു. ലാ തഖുദ്നി ഫില്ലാഹി ലൗമത ലായിം, ഒരാക്ഷേപകന്റെയും ആക്ഷേപം അള്ളാഹുവിന്റെ കാര്യത്തിൽ അത് പരിഗണിക്കേണ്ടതില്ല എന്നെന്നോട് കൽപ്പിച്ചു. വഅല്ലാ അസ്അലന്നാസ ശൈആ, മനുഷ്യരോടൊന്നും ചോദിക്കാതിരിക്കുക. എപ്പോഴും റബ്ബിനോട് കാര്യങ്ങൾ ചോദിച്ച് ആ റബ്ബിൽ പരമേൽപ്പിച്ച് റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കാൻ എന്നോട് കൽപ്പിച്ചു. ഈ ഹദീസ് നമ്മൾ ശ്രദ്ധിച്ചാൽ അതിലധിക ഭാഗങ്ങളും സമൂഹത്തിലുള്ള താഴെ തട്ടിലുള്ള, പ്രത്യേകിച്ച് എവിടെയാണ് സഹായം നൽകേണ്ടത്, ആരെയാണ് സഹായിക്കേണ്ടത്, നമ്മുടെ ബന്ധങ്ങൾ ആരോടൊക്കെയാണ് നിലനിർത്തേണ്ടത്, അത് കാത്തു സൂക്ഷിക്കുവാനുള്ള ഒരു ആഹ്വാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, പറഞ്ഞു വന്നത്, ഇന്ന് ഇത്തരത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ച, മുസ്ലിമീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാത്തു സൂക്ഷിക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു ബന്ധമോ അല്ലെങ്കിൽ അതിന് പ്രാധാന്യമോ നൽകാത്ത ഒരു ആധുനിക സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി ആരെങ്കിലും ആ നിലക്ക് ബന്ധങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പലപ്പോഴും പാർട്ടിക്കുള്ളിലോ ഗ്രൂപ്പുകൾക്കുള്ളിലോ മാത്രമായി ഒതുങ്ങിപ്പോകുന്ന ഒരു പ്രവണത ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് രോഗം വന്നാൽ ആ രോഗി ഏത് പാർട്ടിക്കാരനാണ്, അവൻ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവനാണ്, ഏത് സംഘടനാ പ്രവർത്തകനാണ്, മുസ്ലിം എന്ന പരിഗണന അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന പരിഗണന അവിടെ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയാണ്. ഒരാൾക്ക് സഹായം നൽകണം, അവൻ ആരുടെ ആളാണ്, അവൻ ഏത് പാർട്ടിക്കാരനാണ്, അവൻ ഏത് മതക്കാരനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് സഹായം നൽകുന്ന, ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന, രോഗങ്ങൾ സന്ദർശിക്കുന്ന, മരണപ്പെടുന്നത് പോലും മരണത്തിന് പോലും പാർട്ടികളുടെ ചിത്രം നൽകുന്ന, സംഘടനകളുടെ ചിത്രം നൽകുന്ന, ഗ്രൂപ്പുകളുടെ ചിത്രം നൽകുന്ന, ആ നിലക്ക് ഒരാൾ മരണപ്പെട്ടാൽ അവന്റെ പാർട്ടിക്കാരൻ മാത്രം വന്നുകൂടുന്ന, ഒരാൾ രോഗിയായാൽ അവന്റെ ആളുകൾ മാത്രം വന്നു ചേരുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ ഇന്ന് സമൂഹത്തിലുണ്ട്. ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു മുജാഹിദ് എന്ന നിലക്ക് ഇതല്ല അവിടെ പരിഗണിക്കേണ്ടത്. മറിച്ച് ഒരാൾക്ക് രോഗം വന്നാൽ ആ രോഗിയെ സന്ദർശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്റെ കുട്ടി രോഗശയ്യയിൽ കിടക്കുമ്പോ അവിടെ കയറി ചെല്ലുകയും രോഗസന്ദർശനം നടക്കുകയും ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജൂതന്റെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഹദീസുകളിൽ കാണും. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അവസാനം ആ കുട്ടിക്ക് ഇസ്ലാമോടുകൂടി മുസ്ലിമായി മരിക്കാൻ സാഹചര്യം ലഭിച്ചത് നമുക്കവിടെ കാണാൻ കഴിയും. ആ നിലക്ക് നമ്മുടെ ബന്ധങ്ങൾ, നമുക്ക് ആരോടും ഇന്ന ആളുകളോട് ബന്ധം പുലർത്താൻ പാടില്ല എന്നത് യഥാർത്ഥത്തിൽ ഇല്ല. മറിച്ച് എല്ലാ മനുഷ്യരോടും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലും തൗഹീദിലൂന്നിയ ആദർശമനുസരിച്ചു കൊണ്ടുതന്നെ
ബന്ധങ്ങൾ സ്ഥാപിച്ച് ഇസ്ലാമിനെ കൂടുതൽ പഠിക്കാൻ, ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ, ഇസ്ലാമിലേക്ക് കൂടുതൽ ആളുകൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന വിധം ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. ആ നിലക്ക് പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളോട് കാത്തു സൂക്ഷിക്കേണ്ട ബന്ധങ്ങൾ, അതുപോലെ മുസ്ലിം അല്ലാത്തവരോട് പോലും യഥാർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറുഹു ജായിഉൻ ഇലാ ജംബിഹി. അയൽവാസി പട്ടിണി കിടക്കെ വയറ് നിറച്ചുണ്ണുന്നവൻ മുസ്ലിമല്ല, മുഅ്മിനല്ല എന്ന് പറഞ്ഞപ്പോ ആ അയൽവാസിയുടെ ജാതിയോ അവന്റെ മതമോ അവന്റെ ആ നിലക്കുള്ള നിറമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. മറിച്ച് അയൽവാസി ആരാണെങ്കിലും ഒരു മുസ്ലിമിന്റെ അയൽപക്കത്തുള്ളവൻ ഒരുപക്ഷെ മുസ്ലിം ആകണമെന്നില്ല, പക്ഷെ അവൻ പട്ടിണി കിടക്കുന്നുവെങ്കിൽ അവന്റെ വിശപ്പ് മാറാതെ ഈ മുസ്ലിമിന് അവിടെ ഭക്ഷണം കഴിക്കാനുള്ള അവകാശമില്ല. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ഉപരിലോകത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം എന്ന് പറഞ്ഞില്ല. ആ ഭൂമിയിലുള്ളവർ ആരാവട്ടെ, ഒരു പച്ചക്കരളുള്ള ജീവിയോട് പോലും പുണ്യം ചെയ്താൽ അത് പ്രതിഫലാർഹമാണ്. അത് പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ധർമ്മമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇങ്ങനെ ഏത് വിഷയമെടുത്താലും പ്രയാസങ്ങളും അതുപോലെ ആ നിലക്കുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കണം, അവരെ സന്ദർശിക്കണമെന്ന് പറയുമ്പോ അവിടെ മുസ്ലിം നാമമുണ്ടോ അല്ലെങ്കിൽ മുസ്ലിമാണോ അല്ലയോ എന്നൊന്നും പരിഗണിക്കാതെ ഒരു മുസ്ലിം അവന്റെ ഐഡന്റിറ്റിയും അവന്റെ ആദർശവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ബന്ധങ്ങൾ വിള്ളലുകളോ ആ ബന്ധങ്ങളിൽ വീഴ്ചകളോ സംഭവിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ തൗഹീദിന്റെ പൂർണ്ണതയെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെ തിരിച്ചറിയണമെന്നാണ് സൂചിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ രംഗത്തുള്ള ബന്ധങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നു. മാതാപിതാക്കളോടുള്ള ബന്ധം അത് എത്രത്തോളം ഒരു മുസ്ലിം കാത്തു സൂക്ഷിക്കണം. മാതാപിതാക്കൾ മുസ്ലിങ്ങളല്ലെങ്കിൽ പോലും അവരോട് സ്നേഹത്തിലും അവരോട് നന്മയിലും വർത്തിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിലെ ലുഖ്മാൻ അലൈഹിസ്സലാം മകന് നൽകിയ ഉപദേശങ്ങളിൽ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞ സൂറത്തുൽ ലുഖ്മാനിലെ ഭാഗം, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു في عامين أن اشكر لي ولوالديك إلي المصير وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما. നോക്കൂ നിങ്ങൾ, ശിർക്ക് ചെയ്യാനാണ് മാതാപിതാക്കൾ നിർബന്ധിക്കുന്നതെങ്കിൽ ആ ശിർക്കിൽ അവരെ അനുസരിക്കരുത് എന്ന് മാത്രമാണ് അല്ലാഹ് ആവശ്യപ്പെട്ടത്. ശിർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മാതാപിതാക്കളെ പാടെ മാറ്റി നിർത്തണം, അവരോട് ഒരു സഹകരണവും വേണ്ട എന്ന് പറയുന്നതിന് പകരം ആ ശിർക്കിന്റെ കാര്യത്തിൽ അവർ പറഞ്ഞതനുസരിക്കരുത്. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൽ അവരോട് മാന്യമായി ഇടപഴകണം. സ്വഹാബ എന്ന് പറഞ്ഞാൽ അടുത്തിടപഴകുക, അങ്ങനെയാണ് സ്വഹാബി എന്ന പേര് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്തിടപഴകിയ ആൾ എന്ന അർത്ഥത്തിൽ. മാതാപിതാക്കൾ മുസ്ലിങ്ങളല്ലെങ്കിൽ പോലും അവരോട് ബന്ധം പുലർത്തണമെന്ന് പറയുമ്പോ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിങ്ങളായ മാതാപിതാക്കളാണെങ്കിലോ ഏറ്റവും കൂടുതൽ ബന്ധം അള്ളാഹുവിനോടുള്ള ഇബാദത്ത് കഴിഞ്ഞാൽ സൃഷ്ടികളിൽ തന്റെ മാതാപിതാക്കളോട് ഒരു മുസ്ലിമിനുള്ള ബന്ധം യഥാർത്ഥത്തിൽ വിവരിക്കാൻ കഴിയാത്തതാണ്. അത്രമാത്രം ബന്ധം ഇസ്ലാം അതിന് പ്രാധാന്യം നൽകുന്നു. ഇന്ന് സമൂഹത്തിൽ നോക്കൂ നിങ്ങൾ, പ്രായമേറിയ ആളുകളെ സമൂഹത്തിന് വേണ്ടാത്ത ഒരു ലോകത്താണ് നമ്മളുള്ളത്. പ്രായമേറിയ മാതാപിതാക്കളെ നോക്കി ഇതെന്റെ മാതാവാണ്, ഇതെന്റെ പിതാവാണ്, ഇതെന്റെ അച്ഛനാണ്, ഇതെന്റെ അമ്മയാണ് എന്ന് പറയാൻ മടിക്കുന്ന യുവതലമുറ ഇന്ന് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഇസ്ലാം പ്രായമേറിയവർക്ക് ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകുന്നു. അവർ മാതാപിതാക്കളാണെങ്കിലോ അങ്ങേയറ്റത്തെ പരിഗണന. റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരിക്കൽ ഒരു സ്വഹാബി കടന്നു വരികയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഹാബി പറഞ്ഞത്, പ്രവാചകരെ, എന്റെ അങ്ങേയറ്റം വാർദ്ധക്യത്തിലെത്തിയ എന്റെ മാതാവ്, നടക്കാൻ കഴിയാത്ത ഉമ്മ, ആ ഉമ്മയെ എന്റെ തോളിലിട്ടുകൊണ്ടാണ് ഞാനിപ്പോ കഅബ തവാഫ് ചെയ്തത്. എന്റെ ഉമ്മയെ തവാഫ് ചെയ്യിച്ചത്. ഉമ്മാക്ക് നടക്കാൻ വയ്യ, അതുകൊണ്ട് എന്റെ തോളിലിട്ടുകൊണ്ടാണ് എന്റെ ഉമ്മയെ ഞാൻ തവാഫ് ചെയ്യിച്ചത് റസൂലേ. ഫഹൽ അദ്ദൈതു ഹഖ്ഖഹാ. എന്നിട്ട് സ്വഹാബിയുടെ ചോദ്യം, എന്റെ ഉമ്മയോടുള്ള ഹക്ക് ഞാൻ നിർവഹിച്ചോ എന്നാണ്. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്തത്, നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി വിട്ട ഒരു നെടുവീർപ്പുണ്ടല്ലോ, ആ നെടുവീർപ്പിന് പോലും പകരമായിട്ടില്ല നീ ഈ ചെയ്ത ത്യാഗമെന്നാണ്. നോക്കൂ നിങ്ങൾ, അത്രമാത്രം മാതാപിതാക്കളോട് എത്ര നന്മ ചെയ്താലും മതിവരാത്ത വിധം ഇസ്ലാം മാതാപിതാക്കളോടുള്ള സ്നേഹബന്ധങ്ങൾ നിലനിർത്തുന്നു. പക്ഷെ ആധുനിക സമൂഹത്തിൽ ഇന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വന്നത്, മാതാപിതാക്കൾ മുസ്ലിങ്ങളല്ലെങ്കിൽ പോലും ഭൗതിക ലോകത്ത് ഭൗതികമായ വിഷയങ്ങളിൽ അവരോട് നന്നായി സഹവസിക്കാൻ വിശുദ്ധ ഖുർആനിലൂടെ ആവശ്യപ്പെടുന്നു. മുസ്ലിങ്ങളാണെങ്കിൽ അതൊരുപടി കൂടുതലായി മാറുന്നു എന്ന് മാത്രം. ഇങ്ങനെ ഓരോ രംഗവും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അയൽപക്ക ബന്ധം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. റസൂലുള്ളാഹിന്റെ അടുക്കലത ഒരു സഹാബി വരികയാണ്, യാ റസൂലല്ലാഹ് കൈഫ അഅലമു ഇൻ അഹ്സൻതു വ ഇൻ അസഅതു. റസൂലുള്ളാഹിയോട് സ്വഹാബി ചോദിക്കുന്നത്, എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ഞാൻ നന്മയുള്ളവനാണ്, അതല്ല ഞാൻ ദുഷിച്ചവനാണ്, ഞാൻ നല്ലവനാണ്, ഞാൻ ദുഷിച്ചവനാണ് എന്നെനിക്കെങ്ങനെ അറിയാൻ കഴിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുള്ള ഒരു മാനദണ്ഡം, അതിനുള്ള ഒരു അളവുകോല് തന്നെ പറഞ്ഞു കൊടുത്തത്, ഇദാ സമിഅത ജീറാനക യഖൂലൂന അഹ്സൻത അഹ്സൻത വ ഇദാ സമിഅത ജീറാനക യഖൂലൂന അസഅത അസഅത. നിന്റെ അയൽപക്കത്തുള്ളവർ, നിന്നോട് ഏറ്റവും അടുത്തിടപഴകി കഴിയുന്ന നിന്റെ അയൽവാസികൾ നിന്നെക്കുറിച്ച് നല്ലവനാണെന്ന് പറഞ്ഞാൽ നീ നല്ലവനാണ്, നിന്റെ അയൽവാസി നീ ദുഷിച്ചവനാണെന്ന് പറഞ്ഞാൽ നീ ദുഷിച്ചവനാണ്. നോക്കൂ നിങ്ങൾ, നാം നല്ലവരാണോ നാം ദുഷിച്ചവരാണോ എന്ന് തീരുമാനിക്കാൻ അവകാശമുണ്ട് അയൽവാസിക്ക്. അത്രമാത്രം അയൽവാസി നമ്മുടെ ജീവിതത്തെ കാണുന്നു. ആ അയൽവാസി വിലയിരുത്തുകയാണ്, ഇതാ എന്റെ അയൽപക്കത്തുള്ളവ ഇന്നയാൾ നന്മയുള്ളവനാണെന്ന് പറഞ്ഞാൽ അവൻ റബ്ബിന്റെ അരികിലും നന്മയുള്ളവനാണ്, അവൻ ദുഷിച്ചവനാണെന്ന് അയൽവാസി പറഞ്ഞാൽ അവൻ റബ്ബിന്റെ അരികിലും ദുഷിച്ചവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെ ഓരോ രംഗത്തുമുള്ള ആ ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർ, നമ്മുടെ ഒരു നല്ല വാക്ക്, നമ്മുടെ ഒരു 10 രൂപ, നമ്മുടെ ഒരു ഇടപെടൽ, നമ്മുടെ ഒരു സ്വഭാവം, ഒരു പക്ഷേ അത് ആവശ്യമുള്ള ഘട്ടങ്ങളുണ്ടാകാം. പ്രത്യേകിച്ച് രോഗസന്ദർശനം. ഇന്ന് രോഗികൾ വർദ്ധിക്കുന്നുണ്ട്, പക്ഷേ രോഗസന്ദർശനം കുറയുന്നു എന്നതാണ് ആധുനിക ലോകത്തിന്റെ ഒരു പ്രത്യേകത തന്നെ. രോഗികളെ സന്ദർശിക്കാൻ സമയമില്ലാത്തവരായി സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം രോഗസന്ദർശനം നൽകിയ സ്ഥാനം പരിശോധിച്ചാൽ അതിന്റെ മഹത്വം നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ വിചാരണ നേരിടുന്ന വിഷയം കൂടിയാണ് രോഗസന്ദർശനം. അല്ല പരലോകത്ത് ചോദിക്കുമെന്ന് റസൂലുള്ള പഠിപ്പിച്ചു, യബ്ന ആദം മരിൽതു ഫലം തഇദുനി. അല്ല ചോദിക്കും, മനുഷ്യ, ഞാൻ രോഗിയായി നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ എന്ന്. ആ സമയം വിചാരണക്ക് വിധേയമാകുന്ന മനുഷ്യൻ പറയുക, യാ റബ്ബി കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ. റബ്ബേ, നീ രോഗിയാകുകയോ എന്നിട്ട് ഞാൻ നിന്നെ സന്ദർശിക്കുകയോ? നീ റബ്ബുൽ ആലമീനായ അല്ലാഹുവല്ലേ? ആ സമയം അല്ലാഹ് ചോദിക്കുന്നത്, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള ഫലം തഉദുഹു. നീ അറിഞ്ഞില്ലേ എന്റെ ഇന്നാലിന്ന അടിമ രോഗിയായി നീ അവനെ സന്ദർശിച്ചില്ല? നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ നിനക്കവിടെ എന്നെ കാണാമായിരുന്നു. രണ്ടാമത്തെ വിചാരണ, യബ്ന ആദം ഇസ്തതഅംതുക ഫലം തുത്ഇമുനി. മനുഷ്യനോട് അല്ല ചോദിക്കുന്ന ചോദ്യം പരലോകത്ത്, എനിക്ക് വിശപ്പ് വന്നു, എനിക്ക് ഭക്ഷണം ആവശ്യം വന്നു, നീ ആ സമയം എനിക്ക് ഭക്ഷണം നൽകിയില്ല. മനുഷ്യന്റെ മറുപടി, യാ റബ്ബി കൈഫ ഉത്ഇമുക വ അൻത റബ്ബുൽ ആലമീൻ.
ഞാൻ നിനക്ക് ഭക്ഷണം നൽകുകയോ? നീ ലോകരക്ഷിതാവല്ലേ? അപ്പൊ അള്ളാഹു തിരിച്ചു പറയും, അമാ അലിംത അന്നഹു ഇസ്തത്അമക അബ്ദി ഫുലാനുൻ, എന്റെ ഇന്നാലിന്ന അടിമ അവന് വിശന്ന സന്ദർഭത്തിൽ നിന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടു, ഫലം തുതിഉഹു, നീ അവന് ഭക്ഷണം നൽകിയില്ല. അമാ അലിംത അന്നക ലൗ അത്അംതഹു ലവജത്തനി ഇൻദി ലവജത്ത ദാലിക ഇൻദി, നീ അവന് ഭക്ഷണം നൽകിയിരുന്നുവെങ്കിൽ അവിടെ എന്നെ കാണാമായിരുന്നു എന്ന് അല്ലാഹു പറയും. യബ്ന ആദം ഇസ്തസ്ഖൈതുക ഫലം തസ്ഖിനി, മനുഷ്യ, എനിക്ക് വെള്ളം ആവശ്യം വന്നു, എനിക്ക് ദാഹമുണ്ടായി, ആ സമയം എന്റെ ദാഹം നീ തീർത്തു തന്നില്ല. അള്ളാഹുവിനോട് അടിമ ചോദിക്കും, യാ റബ്ബി കൈഫ അസ്ഖീക വ അൻത റബ്ബുൽ ആലമീൻ, ഞാൻ നിനക്ക് വെള്ളം തരികയോ? നീ ലോകരക്ഷിതാവല്ലയോ? ആ സമയം അല്ല പറയും, ഇസ്തസ്ഖാക അബ്ദി ഫുലാനുൻ ഫലം തസ്ഖിഹി, എന്റെ ഇന്നാലിന്ന അടിമ അവന് ദാഹം വന്ന സന്ദർഭത്തിൽ നിന്നോട് വെള്ളം ആവശ്യപ്പെട്ടു, ആ സമയം നീ അവന് വെള്ളം നൽകിയില്ല. നീ അവന് വെള്ളം കൊടുത്തിരുന്നുവെങ്കിൽ അവിടെ എന്നെ നിനക്ക് കാണാമായിരുന്നു. നോക്കൂ നിങ്ങൾ, ഇതൊന്നും ജീവിതത്തിൽ നിസ്സാരമായി തള്ളേണ്ട, അവഗണിക്കേണ്ട കാര്യങ്ങളല്ല. ഒരു മുസ്ലിം എന്ന നിലക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മുസ്ലിമിന്റെ തൗഹീദിന്റെ പൂർണ്ണത, അത് പൂർണ്ണമാകുന്നത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക വഴി മാത്രമല്ല. ഇബാദത്തുകളും നേർച്ചകളും സഹായത്തേട്ടങ്ങളും അള്ളാഹ്ക്ക് മാത്രം ആക്കുക, അത് സമർപ്പിക്കുക എന്നതിലൂടെ മാത്രമല്ല പൂർണ്ണമാകുന്നത്. തൗഹീദ് പൂർണ്ണമാകുന്നത് താൻ ആരോടൊക്കെ ബന്ധം സ്ഥാപിക്കണമോ, തന്നിൽ നിന്ന് ആർക്കെല്ലാം നന്മകൾ കിട്ടണമോ, ആ നന്മകൾ മുഴുവൻ അത് സമൂഹത്തിന് നൽകുമ്പോഴാണ് ഒരാളുടെ തൗഹീദ് പൂർണ്ണമാകുന്നത് എന്നാണ്. ഇതായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ ജീവിതം. എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ ജീവിച്ചു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ, പ്രവാചകൻ സദസ്സിനോട്, സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമ, ഇന്നാരാണ് പ്രഭാതത്തിൽ നോമ്പുകാരനായി പ്രഭാതത്തിൽ കടന്നത്? വമൻ ആദ മിൻകുമുൽ യൗമ മരീള, ഇന്നാരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? വമൻ ഷഹിദ മിൻകുമുൽ യൗമ ജനാസ, ഇന്നാരാണ് ഒരു ജനാസയെ അനുഗമിച്ചത്? വമൻ അത്അമൽ യൗമ മിസ്കീന, ഇന്നാരാണ് ഒരു സാധുവിന് ഭക്ഷണം കൊടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്. 4 ചോദ്യം ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നോക്കൂ നിങ്ങൾ, ആരാണ് അബൂബക്കർ? ഒന്നാം ഖലീഫ, സ്വഹാബികളിലെ ഒന്നാമത്തെയാൾ, ഖൈറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും അഫ്ളലായ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് പ്രവാചകരെ. ഇന്ന് പ്രഭാതത്തിൽ നോമ്പോടുകൂടി പ്രഭാതത്തിലേക്ക് കടക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒരു സാധുവിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. 4 കാര്യങ്ങൾക്കും ഉത്തരം അവിടെ നിന്ന് കിട്ടി. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, മജ്തമഅത് ആദിഹിൽ ഖിസാലു ഫീ റജുലിൻ ഫീ യൗമിൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ 4 കാര്യങ്ങൾ ഒരാളിൽ, ഒരു മുസ്ലിമിൽ ഒരു ദിവസം സംഗമിച്ചാൽ, ഈ 4 കാര്യങ്ങൾ ഒരു മുസ്ലിമിൽ ഒരു ദിവസം സംഗമിച്ചാൽ ഇല്ലാ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നത് തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അപ്പോ നമ്മുടെ മുൻഗാമികളിലെല്ലാം ഈ നിലക്കുള്ള വിശേഷണങ്ങൾക്ക് അവർ അർഹരായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ തൗഹീദിന്റെ വാഹകരായിരുന്നു. അതോടൊപ്പം തന്നെ മാതാപിതാക്കളോടുള്ള ബന്ധം, അയൽവക്കത്തോടുള്ള ആളുകളോടുള്ള, അയൽവാസികളോടുള്ള ബന്ധം, അനാഥകളോടുള്ള ബന്ധം, അതുപോലെ അഗതികളോടുള്ള ബന്ധം, വഴിപോക്കനോടുള്ള ബന്ധം, വമാ മലക്കത ഈമാനുക്കും, അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ അടിമകളുള്ള കാലത്താണെങ്കിൽ അടിമകളോട് മാന്യമായി പെരുമാറുന്നതിൽ, അടിമകൾ കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ മഹാനായ നാസിർ സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീടുകളിൽ നാം വളർത്തുന്ന ജീവികൾ, പ്രാണികൾ, മൃഗങ്ങൾ, അതെല്ലാം വലങ്കൈ ഉടമപ്പെടുത്തിയതിൽ പെടുമെന്നാണ്. അവരോടടക്കം, ആ മിണ്ടാ പ്രാണികളോടടക്കം അവർക്ക് ആവശ്യമായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ തൗഹീദ് പൂർണ്ണമാകുന്നത് എന്ന് പറഞ്ഞതായി കാണാൻ കഴിയും. ഈ നിലക്ക് നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. എന്റെ അയൽവക്കത്തുള്ളവരോടുള്ള എന്റെ ബന്ധം എന്താണ്?
എന്റെ തൊട്ടടുത്തുള്ളവൻ രോഗിയാണെങ്കിൽ ആ രോഗിയെ സന്ദർശിക്കുന്നതിൽ എന്റെ കാഴ്ചപ്പാടെന്താണ്? ഇവിടൊക്കെ സഹോദരന്മാരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊന്നും സംഘടനാ വൈജാത്യങ്ങൾക്കനുസരിച്ചല്ല ഇത് നടപ്പിൽ വരുത്തേണ്ടത്. അതൊന്ന് നമ്മുടെ നാട്ടിന് പിടിച്ച ഒരു ശാപമാണ്. സംഘടന നോക്കി, പാർട്ടി നോക്കി, ഗ്രൂപ്പ് നോക്കി രോഗസന്ദർശനം, പാവങ്ങളെ സഹായിക്കുക എന്നതിൽ നിന്ന് മാറാൻ രോഗത്തിന് പാർട്ടിയില്ല, രോഗത്തിന് സംഘടനയില്ല, മരണത്തിന്റെ മുമ്പിൽ പാർട്ടിയില്ല, മരണത്തിന് സംഘടനയില്ല. അവിടെ മരണപ്പെട്ടാൽ അത് ആരാണെങ്കിലും അവിടെ കടന്നു ചെല്ലാൻ, രോഗിയായാൽ അവൻ ആരാണെങ്കിലും അവിടെ നമ്മുടെ ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യാൻ. ഒരു പ്രയാസപ്പെടുന്നവൻ അയൽപക്കത്തുണ്ടെങ്കിൽ അവൻ ഏത് പാർട്ടിക്കാരനാവട്ടെ, ഏത് മതക്കാരനാവട്ടെ, അതൊന്നും നോക്കാതെ തന്നെ അവൻ ആവശ്യമായ ആ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ തൗഹീദ് പൂർണ്ണമാകുന്നത്. അതാണ് നേരത്തെ നാം കേട്ടത്, അൽ മുഅ്മിനു യഅ്ലിഫു വയുഅ്ലഫ്. ഒരു സത്യവിശ്വാസി ഇണങ്ങുന്നവനാണ്, ആരോടും അവൻ ഇണങ്ങും. വയുഅ്ലഫ്, അവൻ ഇണക്കം കൊടുക്കുന്നവനാണ്, അവനോട് ആർക്കും ഇണങ്ങാം, അവൻ അങ്ങോട്ട് ഇണങ്ങ കൊടുക്കും, അവൻ ആരോടും ഇണങ്ങുന്നവനാണ്. ലാ ഖൈറ ഫീമൻ ലാ യഅ്ലിഫ് വലാ യുഅ്ലഫ്. ഇണങ്ങാത്ത, ഇണക്കം കൊടുക്കാത്ത ഒരു മുഅ്മിനിൽ ഒരു ഖൈറുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ പറയുമ്പോ സ്വാഭാവികമായും മനുഷ്യ സഹജമെന്ന നിലക്ക് ചില കാര്യങ്ങൾ നമ്മൾക്ക് സ്വാഭാവികമാണ്. എന്താണ്? അവരെന്നോട് ബന്ധം നിലനിർത്തുന്നവരല്ല, അവരെന്നോട് പിണങ്ങി കഴിയുന്നവരാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എന്തുകൊണ്ട് അവനോട് ബന്ധം ചാർത്തേണ്ടതുണ്ടോ? അവൻ എന്നോട് മിണ്ടുന്നില്ല, ഞാൻ അവനോട് മിണ്ടേണ്ടതുണ്ടോ എന്നിത്യാദി ചോദ്യങ്ങൾ മനുഷ്യ സഹജമെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് ഇങ്ങോട്ട് ബന്ധമില്ലെങ്കിലും അങ്ങോട്ട് ബന്ധം കാത്തു സൂക്ഷിക്കാൻ കടപ്പെട്ടവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരു സ്വഹാബി ഒരിക്കൽ കടന്നു വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നലി ഖറാബ, എനിക്കൊരുപാട് ബന്ധുക്കളുണ്ട്. അസിലുഹും വയഖ്തഊനി, എനിക്കുള്ള ബന്ധുക്കൾ, ഞാൻ അവരോട് ബന്ധം ചേർക്കുന്നു, പക്ഷേ അവരെന്നോട് ബന്ധം മുറിക്കുകയാണ്. വഉഹ്സിനു ഇലൈഹിം വയുസീഉന ഇലയ്യ, ഞാൻ അവർക്ക് നന്മ ചെയ്യുന്നു, പക്ഷെ അവരെന്നോട് മോശമായിട്ടാണ് പെരുമാറുന്നത്. വഅഹ്ലുമു അൻഹും വയജ്ഹലൂന അലയ്യ, ഞാൻ അവരോട് വളരെ വിവേകത്തോടെ പക്വമായി പെരുമാറുന്നു, അവരെന്നോട് അപക്വമായി പെരുമാറുന്നു. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയാവട്ടെ എന്നല്ല. നീ അങ്ങോട്ട് ബന്ധം പുലർത്തിയിട്ടും അവൻ നിന്നോട് ബന്ധം വിച്ഛേദിക്കുകയാണെങ്കിൽ, നീ അങ്ങോട്ട് നന്മ ചെയ്തിട്ടും അവൻ നിന്നോട് മോശമായി പെരുമാറുകയാണെങ്കിൽ, നീ അങ്ങോട്ട് നന്നായി പക്വമായി പെരുമാറിയിട്ടും അവരപക്വമായി സ്വീകരിക്കുന്ന നിലപാട് അങ്ങനെയാണെങ്കിൽ അത് തുടർന്നോ എന്നല്ല പറഞ്ഞത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്ത ഉപദേശം, ലഇൻ കുൻത കമാ ഖുൽത ഫകഅന്നമാ തുസിഫുഹുൽ മല്ല, നീ അവരോട് ബന്ധം ചേർത്തുകൊണ്ടിരിക്കുന്നു, നീ അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നീ അവരോട് നന്നായി പെരുമാറുന്നു, അത് തുടരുന്ന പക്ഷം നീ അവരുടെ മുഖത്തേക്ക് ചുടുവെണ്ണീർ എറിയുന്നത് പോലെയാണ് എന്ന് പറഞ്ഞാൽ, നിന്റെ ആ നിലപാട് അവരെ അത്രമാത്രം വേദനിപ്പിക്കുന്നു, അത്രമാത്രം അസ്വസ്ഥമാക്കുന്നു എന്ന് റസൂൽ പറഞ്ഞു കൊടുത്തതോ, വലാ യസാലു മഅക മിനല്ലാഹി തആല ലഹീറുൻ അലൈഹിം മാ ദുംത അലാ ദാലിക, നീ ഈ നിലപാട് സ്വീകരിക്കുന്ന കാലമത്രയും അള്ളാഹുവിൽ നിന്ന് നിനക്കൊരു സഹായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നോക്കൂ നിങ്ങൾ, ഇങ്ങോട്ട് ബന്ധം മുറിച്ചാൽ അങ്ങോട്ട് ബന്ധം മുറിക്കാൻ ബാധ്യതയില്ല. അങ്ങോട്ട് നന്മ ചെയ്താലും ഇങ്ങോട്ട് ഒരു പക്ഷെ മോശമായി പെരുമാറിയാലും ആ നന്മ മുടക്കാനല്ല പ്രേരണ, മറിച്ച് ആ നന്മകൾ തുറന്നുകൊണ്ടിരിക്കുക, ആ ബന്ധങ്ങൾ ചേർത്തുകൊണ്ടിരിക്കുക, അവരോട് നന്നായി പെരുമാറുക. റബ്ബിന്റെ സഹായം അവിടെയാണ് എന്നാണ്. ഈ നിലക്ക് നമ്മിൽ അർപ്പിതമായ ബന്ധങ്ങൾ അതറ്റുപോകാതെ കാത്തു സൂക്ഷിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബ ബന്ധം ചേർക്കുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞപ്പോ, കുടുംബ ബന്ധം ഒരു കാരണവശാലും മുറിച്ചു മാറ്റാൻ പാടില്ല. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം,
അള്ളാനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ അതിന്റെ കൂടെ എടുത്തു പറഞ്ഞ കാര്യമാണ് റഹിം, അർഹാം, രക്തബന്ധങ്ങൾ, കുടുംബബന്ധങ്ങൾ, അവയെ സൂക്ഷിക്കുക എന്നത്. അർശിൽ കുടുംബബന്ധം എന്നത് കെട്ടിത്തൂക്കപ്പെട്ടിരിക്കുന്നു. ആ കുടുംബബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്നോട് ബന്ധം ചേർക്കുന്നവനോട് അള്ളാഹു ബന്ധം ചേർക്കും, എന്നോട് ബന്ധം മുറിക്കുന്നവനോട് അള്ളാഹ് ബന്ധം മുറിക്കും. ഈ വക കാര്യങ്ങളിലൊന്നും നമ്മുടെ ഭൗതികമായ നിലപാടുകൾക്കല്ല സ്ഥാനം കൊടുക്കേണ്ടത്. ഒരു വിശ്വാസി എന്ന നിലക്ക് അവിടെ റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആര് എങ്ങോട്ട് ഏത് നിലക്ക് ബന്ധം മുറിച്ചാലും, ഇങ്ങോട്ട് സഹായങ്ങൾ ഒന്നും തരുന്നില്ലെങ്കിലും അങ്ങോട്ട് കൂടുതൽ സഹായങ്ങളും അങ്ങോട്ട് ബന്ധം ചേർത്തും ജീവിക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ആധുനിക ലോകത്തിന്റെ ഒരു പ്രത്യേകത, മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ ബന്ധങ്ങളെ അറിയാനും ആ ബന്ധങ്ങൾ അത് നന്നായി നിലനിർത്താനും സമയമില്ല എന്നതാണ്. ഇന്ന് വളർന്നു വരുന്ന തലമുറക്ക് ബന്ധങ്ങൾ അറിയില്ല. ഏറ്റവും അടുത്ത കുടുംബ ബന്ധങ്ങൾ പോലും അറിയാത്തവരായി നമ്മുടെ സമൂഹം, നമ്മുടെ ചെറുമക്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടുത്ത ബന്ധങ്ങൾ, സഹോദരന്മാരെ, ആ ബന്ധങ്ങളെ അറിയാത്തവരായി ഈ തലമുറ വളർന്നാൽ യഥാർത്ഥത്തിൽ അവരെ മതപരമായ ജീവിതത്തിനെയാകും അത് ബാധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ പഠന വിധേയമാക്കുകയും, എത്ര സമയമില്ല എന്ന് പറഞ്ഞ ഓട്ടത്തിരക്കിനിടയിലാണെങ്കിലും ബന്ധങ്ങൾ സ്ഥാപിക്കാൻ, രോഗികളെ സന്ദർശിക്കാൻ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ, അങ്ങനെ അവരോടൊക്കെയുള്ള ബന്ധം സ്ഥാപിക്കാൻ നമ്മൾ സമയം കാണേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി വന്ന് ചോദിച്ചല്ലോ, എന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി, എന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനി അവരോട് വല്ല ബന്ധങ്ങളും നന്മകളും ചെയ്യാനുണ്ടോ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങൾ ഇങ്ങനെ ഉപദേശിച്ചു കൊടുത്തു. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒന്ന് നിനക്ക് നിർവഹിക്കാനുള്ളത് അവർക്ക് വേണ്ടിയുള്ള നമസ്കാരമാണ്. രണ്ടാമത്തത് വൽ ഇസ്തിഗ്ഫാർ ലഹുമ, അവർക്ക് വേണ്ടി സദാ ഇസ്തിഗ്ഫാറിൽ മുഴുകുക. മൂന്നാമത്തത് വ ഇൻഫാദു അഹദിഹിമ, അവർ വല്ല വസിയ്യത്തുകളോ അവർ വല്ല പ്രതിജ്ഞകളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ന നിലക്ക് നീ അത് പൂർത്തീകരിച്ചു കൊടുക്കണം. നാലാമത് പറഞ്ഞത് അവരുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ മുറിഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കണം. മാതാവിനോട് പിതാവിനോട് ചേർക്കേണ്ട ബന്ധങ്ങൾ ഉണ്ടാകും, അത് കാത്തു സൂക്ഷിക്കണം. അഞ്ചാമതായി പറഞ്ഞത് വ ഇക്റാമു സ്വദീഖിഹിമ, ആ മാതാപിതാക്കളുടെ കൂട്ടുകാരികൾ, അവരോടുള്ള സ്നേഹബന്ധം അവർ മരണപ്പെട്ട് കഴിഞ്ഞാലും നിലനിർത്തണം. നോക്കൂ നിങ്ങൾ, ഇസ്ലാം ഈ ബന്ധങ്ങൾക്കൊക്കെ നൽകുന്ന സ്ഥാനങ്ങൾ അത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ആധുനിക മനുഷ്യൻ മറന്നുപോയ ബന്ധങ്ങളെ ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു മുവഹിദ് എന്ന നിലക്ക്, ഒരു മുജാഹിദ് എന്ന നിലക്ക് കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവന്റെ തൗഹീദ് പൂർണ്ണമാകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ISM, അതുപോലെ നമ്മുടെ ദഅ്വാ സമിതി ഇതുപോലുള്ള ഹദീസ് സെമിനാർ ഈ വർഷം സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പാഠങ്ങളിൽ ഇതുപോലുള്ള വിഷയങ്ങളെ സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്നത് അതിന്റെ ഗൗരവത്തിൽ കണ്ടതുകൊണ്ടാണ് ഇത്തരമൊരു വിഷയം നാം ഇവിടെ ചർച്ച ചെയ്തത്. ഇനി അത് വിശദമായി പഠിക്കാനും ആ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നമ്മളാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ സമൂഹവുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തമ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് ഇസ്ലാം ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ മുസ്ലിം നാമധാരികൾ പോലും അതിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ശരിയായ ഇസ്ലാമിനെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത് അതൊരു ദഅവത്തിന്റെ, അതൊരു പ്രബോധനത്തിന്റെ മാർഗമായി കാണാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ട ബന്ധങ്ങളെ അതിൻ്റെതായ ഗൗരവത്തോടുകൂടി തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാനും ഒരു യഥാർത്ഥ മുസ്ലിമായി എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാൽ മരിക്കുവാനുള്ള തൗഫീക്ക് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗം മാത്രം നിങ്ങളുടെ മുമ്പിൽ ഇട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ബാറകല്ലാഹു ലി വലക്കും ഫിൽ ഇസ്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.